കോഴിക്ക് മുല വന്ന പോലാകാൻ പാടില്ല എയിംസ് വരണം. അതുകൊണ്ട് എല്ലാ കേരളീയരും കാത്തിരിക്കുന്നത് ആ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകിലാണ്. റെയിൽവേ സോൺസ് എപ്പോഴും നാം ആവശ്യപ്പെടുന്നു, പരിഗണിക്കാമെന്നവർ പറയുന്നു, പക്ഷേ ആ പരിഗണന കാണുന്നില്ല. ഇതോടെ റെയിൽവേ സോൺ മാത്രമല്ല, അതിവേഗ റെയിൽവേയെ പറ്റിയുള്ള വ്യക്തത വേണം. അതിൻ്റെ പേരല്ല വിഷയം. ആളുകൾക്ക് സഞ്ചരിക്കാൻ വേഗത്തിൽ പോകാനാകണം. അതിന് ഏറ്റവും ഉചിതമായ രീതിയിൽ കേരളത്തിലെ ഒരു പ്രശ്നം സ്ഥലലഭ്യതയുടെ കുറവാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ജീവിതങ്ങളെയും അവരുടെ കൃഷിയിടങ്ങളെയും അവരുടെ വാസസ്ഥലങ്ങളെയും ഒന്നും ബാധിക്കാത്ത മട്ടിൽ ഏറ്റവും ചുരുങ്ങിയ സ്ഥലവിനിയോഗം കൊണ്ട് ഏറ്റവും വേഗത്തിൽ പോകാൻ പറ്റിയ ഒരു പദ്ധതിയാണ് കേരളത്തിന് വേണ്ടത്. അതിനെപ്പറ്റിയുള്ള തർക്കങ്ങൾക്ക് അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ഈ പരിഗണന വേണം. ഇതൊരു ചെറിയ ഭൂഭാഗമാണ്. ഇവിടെ സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ഒത്തിരിയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ അളവിലുള്ള ഭൂമിയുടെ വിനിയോഗം വഴി ഏറ്റവും വേഗത്തിൽ പോകാൻ പറ്റിയ റെയിൽവേ വേണം. അതിനുള്ള സാങ്കേതിക ജ്ഞാനം ഇപ്പോൾ ഉണ്ട്, ആൾക്കാരുണ്ട്. കേരള ഗവൺമെന്റ് അതിനുവേണ്ടി പൂർണ്ണ രംഗത്തുണ്ട്. പിടിവാശിയൊന്നും സർക്കാരിനില്ല. അതുകൊണ്ട് ഈ അനുകൂല കാലാവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു അതിവേഗ റെയിൽ പദ്ധതിയെപ്പറ്റി കൂടി കേൾക്കാൻ നമുക്ക് ആകാംക്ഷയുണ്ട്. ഏത് പദ്ധതിയായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ശ്രീധരൻ കേരളത്തിന്റെ പ്രത്യേകത. ഞാൻ പി ശ്രീധരനോ ഒന്നും പറയുന്നില്ല. സിൽവർ ലൈൻ പദ്ധതി അത് അടഞ്ഞ അധ്യായമാണോ? തീർച്ചയായിട്ടും ആ പദ്ധതി ഇല്ല. പക്ഷേ അതിവേഗ റെയിലുണ്ടാകും. കേരള സർക്കാരിന് പിടിവാശികളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ പ്രശ്നം എന്താ? ഇവിടെ സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ഉണ്ട്, ഭൂലഭ്യത കുറവാണ്. ഇത്രയും ഭൂലഭ്യത കുറഞ്ഞയിടത്ത് പദ്ധതികൾ ഏത് വരുമ്പോഴും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല, വാസസ്ഥലങ്ങളെ ബാധിക്കാൻ പാടില്ല, കൃഷിഭൂമിയെ ബാധിക്കാൻ പാടില്ല. അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ അതിനെയൊക്കെ സ്പർശിക്കാവൂ എന്ന കാര്യം ഉറപ്പാക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുന്നോട്ട് നോക്കുന്ന പ്രയാസം ഉണ്ടാകും. അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആലോചിക്കണം. അതിൽ എല്ലാ അറിവുകളും ഉപയോഗപ്പെടുത്തണം. അതിൽ ഈ സീസണിലോ അല്ലെങ്കിൽ വേറൊരാളോ ഒന്നും വർജ്യനല്ല. എല്ലാ നോഹവും ഉപയോഗപ്പെടുത്തണം. ഈ കേരളവുമായി ബന്ധപ്പെട്ടുള്ള ഘട്ടത്തിലെ ഈ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചതും അങ്ങനെ ഒരുപാട് ആളുകളുടെ വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, കേരള പദ്ധതി ആ രൂപത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ആ സ്ഥലം ഏറ്റെടുത്തൊക്കെ അതിന്റെ അർത്ഥം ആ സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമകൾക്ക് അവിടെ നിർബാധം ഉപയോഗപ്പെടുത്തുന്നതാണ്. അതുപോലെ ഇപ്പം റൺവേയുടെ വികസനം, കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങളുടെ സർവീസില്ലാത്തതുമായി ബന്ധപ്പെട്ട് കാലങ്ങളായിട്ട് MP ആയിരുന്ന സമയത്ത് ഉൾപ്പെടെ ഇക്കാര്യം പറഞ്ഞില്ല. പക്ഷേ ഇത്തവണയും അതിനകത്തൊരു കാര്യമായ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ അസ്തമിക്കാൻ പാടില്ല. കരിപ്പൂരിന്റെ വികസനം പൂർത്തിയാണെങ്കിൽ റൺവേ ഉണ്ടാകണം. റൺവേയുടെ പ്രശ്നങ്ങൾക്ക് നമുക്കറിയാം, അതൊരു ഹിൽ ടോപ്പാണ്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അതിനെപ്പറ്റിയുള്ള എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കിയിട്ട് കരിപ്പൂരിൽ വലിയ വിമാനം ഇറങ്ങാൻ പറ്റിയ തരത്തിലുള്ള വികസനം വേണം. കേരളത്തിന്റെ ആവശ്യമാണ്. ഒന്നുകൂടി ഒരു ക്ലാരിറ്റി, കേരളത്തിന്റെ ഭാഗമായി മഞ്ഞക്കുറ്റി അതിനപ്പുറം ഒന്നും പറയാനില്ല. സ്ഥലങ്ങളിൽ അതിനപ്പുറം ഒന്നും പറയാനില്ല. ഒന്നും തന്നെ നടക്കാൻ അതിനപ്പുറം സ്ഥിതിയാണ്. ആ സ്ഥിതിക്ക് മാറ്റം വരും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ സ്വകാര്യക്ക് അങ്ങോട്ട് പറയാനുണ്ട്. പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ ഇന്നലെ പറഞ്ഞത് ശശി തരൂർ പൂർണ്ണമായിട്ടും ഈ കോൺഗ്രസിന്റെ പടയാളിയായിട്ടല്ല രംഗത്ത് ഉണ്ടാകുന്നതാണ്. കേരളയിൽ ഉണ്ടാവില്ല. കേരളയിലെ അടക്കം ട്രാക്കുകൾക്ക് മാറ്റം വരും. അതായത് അതിവേഗ റെയിൽ വേണമെന്ന് പറയുമ്പോഴും ഈ ശ്രീധരന്റെ അടക്കം അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അതിവേഗ റെയിലിലേക്ക് സംസ്ഥാനം പോകണമെന്നാണ് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ LDFിലെ രണ്ടാമത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ കേരളയിൽ ഉണ്ടാവില്ല എന്ന് പ്രസ്താവിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.